നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വിവരാവകാശ നിയമം 2005. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ പരീക്ഷകൾക്കും, എല്ലാ തലത്തിലുമുള്ള പരീക്ഷകൾക്കും ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഭാഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. വീഡിയോ അവസാനം വരെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിവരാവകാശ നിയമം 2005. ഈ നിയമത്തിന്റെ പേരങ്ങനെയാണ്, വിവരാവകാശ നിയമം 2005. അല്ലാതെ ദേശീയ വിവരാവകാശ നിയമം എന്നൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഇതുപോലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പറഞ്ഞു അല്ലേ? ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യാവകാശ നിയമം എന്നല്ല പറഞ്ഞേക്കുന്നത്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. അതുപോലെ വിവരാവകാശ നിയമം 2005 എന്നാണ്. ദേശീയ വിവരാവകാശ നിയമം എന്നൊന്നും നിയമത്തിനകത്ത് കൊടുത്തിട്ടില്ല എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിയതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വിവരാവകാശ നിയമം 2005 കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് അല്ലേ? നിങ്ങൾക്കറിയാം ഏതാണ് വിവരാവകാശ നിയമം അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നിയമം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പോരാട്ടം നയിച്ച ഒരു വനിതയുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അരുണ റോയ് അല്ലേ? ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച, ഏറ്റവും ശക്തമായി വാദിച്ച ഒരു വനിത ആരെ എന്ന് ചോദിച്ചാൽ അരുണ റോയിയാണ്. ശരിക്കും പറഞ്ഞാൽ അവരൊരു സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ത്രീയാണ്. ആ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, ചുരുക്കി MKSS എന്ന് പറയും. രാജസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയ സംഘടനകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച വനിതയാണ് അരുണ റോയ്. അപ്പോൾ ഒരു സംഘടന ഈ നിയമവുമായി ബന്ധപ്പെടുത്തി ചോദിച്ചാൽ അതിന് നമുക്ക് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയാം. എന്നാൽ ഒരു വ്യക്തിയിലോട്ട്, ഒരു വനിതയിലോട്ട് ആ ചോദ്യത്തെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഉത്തരമായിട്ട് ആരുടെ പേര് പറയാം? അരുണ റോയുടെ പേര് പറയാം. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം, സൂക്ഷിച്ച് പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വിവരാവകാശ നിയമം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്ത് വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല അല്ലേ? നമ്മൾ പറയോ വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയോ? അല്ല. ഭരണഘടനയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വിവരാവകാശ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് എന്തുണ്ട്? വിവരാവകാശ കമ്മീഷനുണ്ട്. അതൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അത് പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. ഏതാണ് ആ നിയമം? വിവരാവകാശ നിയമം 2005. അപ്പം നമ്മൾ പറയും ഈ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ വിവരാവകാശ നിയമത്തിന് പ്രേരണയോ പ്രചോദനമോ ആയിക്കൊണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട്. ആ വകുപ്പ് ഏതാണ്? നിങ്ങൾക്കറിയാം, 19(1)A അല്ലേ? 19(1)A എന്ന് പറയുന്ന വകുപ്പിനകത്ത് എന്താണ് പറയുന്നത്? ഭരണഘടനയിലെ 19ാമത്തെ വകുപ്പ്. അതിൽ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമാണ് അല്ലേ? അതിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരം സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമാണ് ഏത്? അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അല്ലെ? അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അത് പറയുന്ന വകുപ്പാണ് 19(1)A. ഞാനിപ്പോൾ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ കേൾക്കുന്നു.
നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ എനിക്ക് ചില വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ ചിലത് അങ്ങോട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ ഒരു മറുപുറം എന്ന് പറഞ്ഞാൽ അറിയാനുള്ള അവകാശമാണ് എന്ന് എടുക്കാനായിട്ട് പറ്റും. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് പറയും അല്ലേ? അപ്പോൾ അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുപുറമാണ് എന്ത്, അറിയാനുള്ള അവകാശം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ വകുപ്പിനെ ഒരു പ്രചോദനമായി സ്വീകരിച്ചുകൊണ്ടാണ് വിവരാവകാശ നിയമത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ വിവരാവകാശ നിയമ പോരാട്ടത്തിന് പ്രേരണയോ പ്രചോദനമോ ആയ പരോക്ഷമായിട്ട് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ട് പ്രേരണയോ പ്രചോദനമോ ആയ ഭരണഘടനാ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് വകുപ്പ് 19(1)A ആണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. വിവരാവകാശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ വകുപ്പിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പറ്റും, അത്രമാത്രം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം, വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 അല്ലെ? അതായത് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇത് ഈ പറഞ്ഞ അപ്ലൈ ചെയ്തിട്ടില്ല, അതായത് ഇത് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ വിവരാവകാശ നിയമം പിന്നീട് 2005 പാസ്സാക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സെക്ഷനിൽ പറയുന്ന കാര്യമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് റിപ്പീൽഡ് എന്ന് പറയുന്നുണ്ട്. അതായത് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയത്. ഇത് ഈ പറഞ്ഞ അപ്ലൈ ചെയ്തോ, ഈ രാജ്യത്ത് നിലവിൽ വന്നോ? ഇല്ല. രാജ്യത്ത് നിലവിൽ വന്നത് പിന്നീട് വിവരാവകാശ നിയമമാണ് 2005. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വിവരാവകാശ നിയമം രൂപം കൊണ്ടത്, വിവരാവകാശ നിയമം രൂപം കൊണ്ടത് എന്ന് പറയുമ്പോൾ പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ നിയമമായി. പാർലമെന്റ് പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ ഒന്നെന്താവും? നിയമമാവും അല്ലെ? അന്ന് പ്രസിഡന്റ് എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമാണ്. 2005 ജൂൺ 15 ഈ പറഞ്ഞ ബില്ലിൽ ആരൊപ്പിട്ടത്? പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ഒപ്പിട്ടത്. അപ്പോൾ അത് നിയമമായി. 2005 എന്നാണ് പറഞ്ഞത്. 2005 ആയപ്പോൾ ഇവിടെ മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ്. നമ്മൾ പറയും 1ാം UPA സർക്കാർ. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വിവരാവകാശ നിയമം വന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് APJ അബ്ദുൽ കലാം ആണ് ഈ നിയമത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഒപ്പിട്ടേക്കുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ നിയമം ഉണ്ടായത് 2005 ജൂൺ 15. നിയമം രൂപം കൊണ്ടത് 2005 ജൂൺ 15. തെറ്റിക്കരുത്, തെറ്റാൻ വേണ്ടിയിട്ടൊരു പോയിന്റ് അതിനകത്തുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞെന്താണ്? നിയമം രൂപീകരിക്കപ്പെട്ടത് 2005 ജൂൺ 15, അതായത് പ്രസിഡന്റ് ഒപ്പിട്ടത് 2005 ജൂൺ 15 അല്ലെ? ആ സമയത്ത് ആരാണ് പ്രധാനമന്ത്രി എന്ന് നിങ്ങൾക്ക് അറിയാം. ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഇനി ഈ നിയമം നിലവിൽ വന്നത് അത് വേറൊരു ദിവസമാണ്. 2005 ഒക്ടോബർ 12 ഈ നിയമം രാജ്യത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വരുന്നത്. അതായത് ദേശീയ വിവരാവകാശ കമ്മീഷനൊക്കെ രൂപം കൊള്ളുന്നത് അപ്പോഴാണ്. അപ്പോൾ വിവരാവകാശ നിയമം രൂപം കൊണ്ടത് 2005 ജൂൺ 15. അതേസമയം വിവരാവകാശ നിയമം പൂർണ്ണമായ അർത്ഥത്തിൽ രാജ്യത്ത് നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നതും 2005 ഒക്ടോബർ 12 എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, വിവരാവകാശ നിയമം പാസാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ലോകത്ത് വിവരാവകാശ നിയമം പാസാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 55ാമത് രാജ്യമാണ്. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം നിങ്ങൾക്കറിയാം, അത് സ്വീഡനാണ്. ഇന്ത്യ 55ാമത്തെ രാജ്യമാണ്. ഈ നിയമം പാസാക്കുന്ന 55ാമത് രാജ്യമാണ്. ഇന്ത്യ രാജ്യത്ത് വിവരാവകാശ നിയമം ആദ്യം നിലവിൽ വന്നത്
ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് അറിഞ്ഞു വെക്കണം. നമ്മൾ നിയമത്തിനകത്തോട്ട് വന്നില്ല. നമ്മളടുത്ത് നിയമമാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഈ നിയമത്തിൽ പ്രസിഡന്റ് ഒപ്പിട്ടത്, ഇത് നിയമമാകുന്നത് 2005 ജൂൺ 15. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ രാജ്യത്ത് നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശം പാസ്സാക്കുന്ന എത്രാമത്തെ രാജ്യം? 55ാമത് രാജ്യം നമ്മുടെ രാജ്യം, അല്ലെ? ഇതിനകത്ത് ഒരു ഭരണഘടനാ വകുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതാണ് ആ വകുപ്പ്? 19(1)(a). 19(1)(a)യിൽ പറയുന്നത് എന്താണ്? അത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെയുള്ള ചില പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി നമുക്ക് നിയമത്തിനകത്തോട്ട് വരാം. അപ്പോൾ നിയമത്തിന്റെ പേര് ഇങ്ങനെയാണ്: വിവരാവകാശ നിയമം 2005. ദേശീയ വിവരാവകാശ നിയമം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിവരാവകാശ നിയമം 2005, അല്ലെ? ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഈ നിയമം പറയുമ്പോൾ ആ നിയമത്തിനകത്ത് എന്തുണ്ടാവും? അധ്യായങ്ങളുണ്ടാവും, സെക്ഷൻസ് ഉണ്ടാവും, വകുപ്പുകളുണ്ടാവും, അല്ലെ? നമ്മൾ ഈ നിയമത്തിനകത്തുള്ള വകുപ്പുകൾ സെക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അധ്യായങ്ങളുണ്ടാവും, അല്ലെ? അതിൽ ആദ്യത്തെ അധ്യായത്തിനകത്ത് ഈ നിയമത്തിന്റെ പേരെന്ത് എന്ന് പറയുന്നു? വിവരാവകാശ നിയമം 2005. ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു രാജ്യം മുഴുവൻ ബാധകമാണ്. ചില നിയമങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കത്തില്ല. ചില നിയമങ്ങൾ ഇന്ന സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്, ഇന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾക്ക് ബാധകമാണ്, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഈ പറഞ്ഞ പ്രദേശങ്ങൾക്ക് ബാധകമാണ്. അങ്ങനെയൊക്കെയാണ് സാധാരണ പറയാറ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ ഈ നിയമം രാജ്യം മുഴുവൻ ബാധകമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൽ 6 അധ്യായങ്ങളാണ്. നേരത്തെ നമ്മൾ മനുഷ്യാവകാശ നിയമം പഠിച്ചിട്ടുണ്ട്, അല്ലെ? മനുഷ്യാവകാശ നിയമത്തിനകത്ത് എത്ര അധ്യായമാണ്? മനുഷ്യാവകാശ നിയമം എന്നല്ല, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, അല്ലെ? അതിലെത്ര അധ്യായങ്ങളായിരുന്നു? 8 അധ്യായങ്ങളായിരുന്നു. ഇവിടെ ഇപ്പൊ എത്രയാണ്? ഇവിടെ ഇപ്പോ 6 അധ്യായങ്ങൾ. അവിടെ 43 സെക്ഷൻ ആയിരുന്നു. ഇവിടെ ഇപ്പൊ എത്ര സെക്ഷനാണ്? 31 സെക്ഷൻ. മറ്റേ നിയമത്തിനകത്ത് നമ്മൾ ഷെഡ്യൂളിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഷെഡ്യൂൾ ഇല്ല. പക്ഷെ ഈ നിയമത്തിൽ എന്തുണ്ട്? 2 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ വിവരാവകാശ നിയമം 2005, കൃത്യമായി പറഞ്ഞാൽ 2005 ജൂൺ 15. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. രാജ്യം മുഴുവൻ ബാധകമാണ്. 6 അധ്യായം, 31 സെക്ഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പട്ടിക അഥവാ 2 ഷെഡ്യൂൾ. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ആദ്യം പഠിക്കേണ്ടത് ആ കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2, ആദ്യത്തെ അധ്യായത്തിൽ സെക്ഷൻ 1 പറഞ്ഞത് ഇത് രാജ്യം മുഴുവൻ ബാധകമാണ്, ഇതിൻ്റെ പേര് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് സെക്ഷൻ 1. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ അതേ അധ്യായത്തിൽ തന്നെ സെക്ഷൻ 2, മിക്കവാറുമുള്ള നിയമങ്ങളിലെല്ലാം സെക്ഷൻ 2 പറയുന്നത് നിർവചനമായിരിക്കും. ഈ നിയമത്തിൽ ഇനി കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ അതിൽ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഏത്? നിർവചനം. ഇവിടെ ഇപ്പോൾ നിർവചനം പറയുന്നിടത്ത് നിങ്ങൾ ഈ സെക്ഷനുകൾ ശ്രദ്ധിച്ചോണം. സെക്ഷൻ 2F, അല്ലെ? വിവരാവകാശ നിയമം 2005 അധ്യായം 1 സെക്ഷൻ 2F. 2Fൽ പറയുന്ന കാര്യം എന്താണ്? വിവരം. 2Fൽ പറയുന്ന എന്താണ്? ഫാക്ട്, വിവരം. അതിനാണല്ലോ നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്, അല്ലെ? അത് ഏതാണ്? വിവരം. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 2Hൽ പറയുന്ന കാര്യം എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. 2Hൽ പറയുന്ന നിർവചനം പബ്ലിക് അതോറിറ്റി അഥവാ പൊതു അധികാരി. പബ്ലിക് അതോറിറ്റി അഥവാ പൊതു അധികാരി, അല്ലെ? ആരാണ് പൊതു അധികാരി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി എന്നുള്ള നിർവചനത്തിൽ വരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സർക്കാരിന് നികുതി കൊടുക്കുന്നുണ്ട്, അല്ലെ? ആ നികുതി പണം ഉപയോഗിച്ച് സർക്കാർ എന്തെല്ലാം ഈ രാജ്യത്ത് ചലിപ്പിക്കുമോ അതെല്ലാം ഈ പറഞ്ഞ പൊതു അധികാരിയുടെ കീഴിൽ വരും, അല്ലെ? അപ്പോൾ സർക്കാർ ഈ പറഞ്ഞ ആ നികുതി പണം എന്തിനു വേണ്ടി വിനിയോഗിക്കും? അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം, എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൊതു അധികാരി എന്നുള്ള നിർവചനത്തിനകത്ത് വരും.
അത് കേന്ദ്ര സർക്കാരിൻ്റെ ആവട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ആവട്ടെ, കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് നടത്തുന്ന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഗ്രാൻഡോ സൗകര്യങ്ങളോ പറ്റിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളാവട്ടെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം പൊതു അധികാരി എന്നുള്ള നിർവചനത്തിൽ വരും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടിയേ പറ്റൂ, അല്ലെ? നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ആ സ്ഥാപനങ്ങളെല്ലാം പൊതു അധികാരി എന്നുള്ള നിർവചനത്തിൽ വരും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് വിവരം അറിയാനുള്ള അവകാശം ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതാണ്. അപ്പോൾ പൊതു അധികാരി എന്ന് പറഞ്ഞാൽ സർക്കാർ, അതായത് നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, നിയമസഭ ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വന്നിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം, സർക്കാർ സ്ഥാപനങ്ങളല്ല, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളല്ല, സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല, ഏതിന്റെ കീഴിൽ വരും? പൊതു അധികാരി എന്നുള്ള നിർവചനത്തിൽ വരും. അത് പറഞ്ഞത് ഏതാണ്? സെക്ഷൻ 2H. സെക്ഷൻ 2H. അപ്പോ സെക്ഷൻ 2Fൽ പറഞ്ഞ കാര്യം എന്താണ്? വിവരം, അല്ലെ? വിവരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പൊതു അധികാരിയുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ വിവരങ്ങളായിട്ടുണ്ടോ ആ വിവരങ്ങൾ നമുക്കറിയാൻ അവകാശമുണ്ട്. ഒരു പൊതു അധികാരിയുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും, അല്ലെ? അപ്പോൾ ഇവിടെ സെക്ഷൻ 2Fൽ വിവരം എന്ന് പറഞ്ഞാൽ ഒരു പൊതു അധികാരിക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഭൗതികമോ ഡിജിറ്റലോ ആയ എല്ലാ വസ്തുതകളും വിവരം എന്നുള്ള നിർവചനത്തിനകത്ത് വരും. ഒരു പൊതു അധികാരിക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഭൗതികമോ, അല്ലെ, ഭൗതികമോ ഡിജിറ്റലോ, ചിലപ്പോൾ പെൻഡ്രൈവിലൊക്കെ ആയിരിക്കും ചിലതൊക്കെ ഇരിക്കുന്നത്, ഭൗതികമോ ഡിജിറ്റലോ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും, അല്ലെ, എല്ലാ വസ്തുതകളും വിവരം, ഫാക്ട് എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് വരും. അപ്പോൾ ആ രണ്ട് നിർവചനങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 2 വരാം. വിവരാവകാശ നിയമം അധ്യായം 2. അധ്യായം 1 എന്ന് പറഞ്ഞാൽ പ്രിലിമിനറിയാണ്, അതിനകത്തുള്ള കണ്ടന്റ് അതാണ്. പ്രിലിമിനറി എന്ന് നമ്മൾ അധ്യായത്തിന് പറയും. അതിലെന്താണ് പറയുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. പക്ഷെ അധ്യായം 2 എന്ന് പറഞ്ഞാൽ 3 മുതൽ 11 വരെ വകുപ്പ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അധ്യായം 2-നകത്ത് 3 മുതൽ 11 വരെ വകുപ്പുകളാണുള്ളത്. അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അധ്യായം 2-നകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിവരാവകാശം, ഒരു പൗരന്റെ വിവരാവകാശം, അത് സംബന്ധമായ കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതു അധികാരി, നമ്മളിപ്പോൾ നിർവചനം കേട്ടതാണ്. പൊതു അധികാരി, അവരുടെ കടമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അധ്യായം 2-ലാണ്. അപ്പോൾ അധ്യായം 2-ന്റെ കണ്ടന്റ് എന്താണ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണം. വിവരാവകാശം, പൊതു അധികാരി എന്നിവയെ കുറിച്ചാണ് ഏതിനകത്ത് പറയുന്നത്? അധ്യായം 2-നകത്ത് പറയുന്നത്. അധ്യായം 2-നകത്ത് ഏത് മുതൽ ഏതുവരെ സെക്ഷൻ? 3 മുതൽ 11 വരെ സെക്ഷൻ. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 3, അല്ലെ, ആദ്യത്തെ സെക്ഷനാണ്. സെക്ഷൻ 3-ൽ പറയുന്ന കാര്യം എന്താണ്, അല്ലെ? അപ്പൊ അധ്യായം 2-ല് സെക്ഷൻ 3-ൽ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൗരന്റെ വിവരാവകാശ അധികാരം. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിക്ക് പൊതു അധികാരികളുമായി ബന്ധപ്പെട്ട വിവരം അറിയാനുള്ള അവകാശം എനിക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതാണ് ഏത്? സെക്ഷൻ 3. അപ്പൊ അധ്യായം 2 സെക്ഷൻ 3-ൽ പറയുന്നത് ഒരു പൗരന് വിവരം അറിയുന്നതിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. സെക്ഷൻ 4-ൽ പറയുന്നതോ? സെക്ഷൻ 4-ൽ പറയുന്നത് ഒരു പൊതു അധികാരിയുടെ കടമ. പൊതു അധികാരിയുടെ കടമ എന്ന് പറഞ്ഞാൽ എന്താണ്? പൗരൻ ചോദിക്കുന്ന കാര്യങ്ങൾ നൽകാൻ കഴിയുന്നതാണ് എങ്കിൽ ആ വിവരം നൽകണം. ആ വിവരം നൽകുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഓഫീസിലോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞ് വിവരം അന്വേഷിക്കുകയാണ്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോട്ട് നമ്മൾ കടന്നു ചെന്ന് വിവരാവകാശം കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരാൾ വേണം. നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ഒരാൾ വേണം. ആ പറഞ്ഞ ആളെയാണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിയമിച്ചുകൊണ്ട് വിവരാവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കേണ്ട ചുമതല ആർക്കുണ്ട്? പൊതു അധികാരിക്കുണ്ട്. പൊതു അധികാരി വിവരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളെ നിയമിക്കേണ്ടതാണ്. ആളെ നിയമിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഉദ്യോഗസ്ഥനെന്നല്ല.
അവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അധിക ചാർജ് കൊടുക്കും. ഇന്ന പോലെ ആരെങ്കിലും വിവരാവകാശത്തിനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കണം അപേക്ഷ സ്വീകരിക്കേണ്ടത്, അതിൻ്റെ നടപടികൾ സ്വീകരിക്കേണ്ടത് നിങ്ങളായിരിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യണം? പൊതു അധികാരി ചെയ്യണം. അപ്പൊ പൊതു അധികാരിയുടെ കടമയെക്കുറിച്ചാണ് സെക്ഷൻ 4 പറയുന്നത്. സെക്ഷൻ 5 PIO അഥവാ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നത്. ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അതായത് വിവരം ചോദിച്ചു ചെല്ലുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥൻ. നമ്മൾ വിവരാവകാശത്തിനായിട്ട് അപേക്ഷ കൊടുക്കുമല്ലോ, അപേക്ഷ സ്വീകരിക്കേണ്ടത് ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്, അല്ലെ? അപ്പൊ ഈ നിയമത്തിൽ നമ്മൾ സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അവർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോണം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടൊരു തസ്തികയൊന്നുമില്ല. ഇപ്പോൾ ഒരു ഓഫീസിൽ ഈ പറഞ്ഞ ഒരു സൂപ്രണ്ട് ഉണ്ടായിരിക്കും, ഓഫീസിൽ സൂപ്രണ്ടാണ് പോസ്റ്റ്, അല്ലെ? അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സബ് ഇൻസ്പെക്ടറാണ് പോസ്റ്റ്, അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര്. പക്ഷെ അയാൾക്ക് ഈ പറഞ്ഞ അതുകൂടെ കൊടുത്തേക്കും. ഏതാണ്? വിവരം നൽകാനുള്ള ആ പറഞ്ഞ ഒരു ജോലി കൂടി കൊടുത്തേക്കും. അതൊരു അധിക ജോലിയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഓഫീസിലുണ്ടെങ്കിൽ ആ ഓഫീസറെ പറയുന്നതാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരം വാങ്ങുകയും നൽകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ആ ഓഫീസിൽ എന്താണ്? സൂപ്രണ്ടോ ഹെഡ് ക്ലർക്കോ ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അത് എന്താണ്? ഒരു തസ്തികയല്ല, ഒരു അധിക ചുമതലയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. സെക്ഷൻ 5. സെക്ഷൻ 5 പറയുന്നത് എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോൾ സെക്ഷൻ 3 പറഞ്ഞ എന്താണ്? എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട് വിവരം അറിയാൻ. അതാണ് സെക്ഷൻ 3. സെക്ഷൻ 4 പറഞ്ഞ എന്താണ്? ഒരു പബ്ലിക് അതോറിറ്റി, ഒരു പൊതു അധികാരി, അവരുടെ കടമയെക്കുറിച്ചാണ് ഏത് പറയുന്നത്? സെക്ഷൻ 4 പറഞ്ഞത്. സെക്ഷൻ 5 പറഞ്ഞ എന്താണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അയാളാണ് വിവരം നൽകേണ്ടത്. അതാരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് സെക്ഷൻ 5. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 6. സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യർത്ഥന, അല്ലെ? നമ്മൾ വിവരം അറിയണമെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ചെല്ലണം. ഓഫീസിൽ ചെല്ലുന്നു, അവിടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ അഭ്യർത്ഥന കൊടുക്കണം. ഇന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് എന്ന് വ്യക്തമായിട്ട് അഭ്യർത്ഥന കൊടുക്കണം. അഭ്യർത്ഥന എത്രത്തോളം വ്യക്തമാകുമോ അത്രത്തോളം വിവരവും വ്യക്തമാകും. അഭ്യർത്ഥന വ്യക്തമല്ലെങ്കിൽ അതുപോലെ അവ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചുമതല എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് എന്ന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അറിയിക്കുക എന്നുള്ളതാണ്. ആ അഭ്യർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. വെറുതെ അങ്ങ് അഭ്യർത്ഥന കൊടുത്താൽ സ്വീകരിക്കുമോ? പോരാ. അതിന് ഫീസ് കൊടുക്കണം. ഫീസ് എത്രയാണ്? 10 രൂപയാണ് ഫീസ്, അല്ലെ? എല്ലാവർക്കും ഇങ്ങനെ ഫീസ് കൊടുക്കണോ? എല്ലാവർക്കും ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. BPL വിഭാഗക്കാർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര് ആ ഒരു രീതിയിലല്ല ഇതിനകത്ത് തരംതിരിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണല്ലോ കൺസെഷൻ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. BPL വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 10 രൂപ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അഭ്യർത്ഥനയെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 6. സെക്ഷൻ 6. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ചെന്നു, അപേക്ഷ കൊടുക്കാനായിട്ട് പറഞ്ഞു. നിങ്ങൾക്കാണെങ്കിൽ എഴുതാൻ അറിയത്തില്ല. സാക്ഷര കേരളത്തിലുള്ള നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പറഞ്ഞ PA പറയണം, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പറയണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ ഈ പറഞ്ഞ നിങ്ങളുടെയൊക്കെ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ട് അത് എഴുതും. എഴുതിയിട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് നിങ്ങൾ അവിടെ ഷൂ വരച്ച് കൊടുത്താൽ മതി. അഭ്യർത്ഥനയായി. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഭ്യർത്ഥന കൊടുക്കാൻ സ്ഥലത്ത് ചെല്ലാനായിട്ട് പറ്റത്തില്ല. ഡിജിറ്റലായിട്ട് അഭ്യർത്ഥന കൊടുക്കാൻ പറ്റുമോ? ഡിജിറ്റലായിട്ട് ഈ പറഞ്ഞ വെബ്സൈറ്റ് വഴി അഭ്യർത്ഥന കൊടുക്കാം. അപ്പോഴും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഓൺലൈനായിട്ട് ഫീസും അടയ്ക്കണം. അപ്പം അങ്ങനെ ഫീസ് അടച്ച് ഡിജിറ്റലായിട്ടും എന്ത് കൊടുക്കാം? അഭ്യർത്ഥന കൊടുക്കാം. അതിനെക്കുറിച്ച് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 6 പറയുന്നത് അഭ്യർത്ഥന, അല്ലെ? അപേക്ഷാ ഫീസിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 7. സെക്ഷൻ 7 ഡിസ്പോസലാണ്. ഡിസ്പോസൽ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വിവരം ലഭിക്കണം. ആ വിവരം ലഭിക്കേണ്ട സാധാരണ സമയം എന്ന് പറയുന്നത് 30 ദിവസത്തിനകത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരണം. നിങ്ങൾ അന്വേഷിച്ച കാര്യമുണ്ടല്ലോ, അതിൻ്റെ മറുപടി 30 ദിവസത്തിനകത്ത് തരണം. ആരാണ് തരേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ.
ചിലപ്പോൾ ഓഫീസിനകത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അന്ന് ഉണ്ടായിരിക്കത്തില്ല, നിങ്ങൾ അപേക്ഷ കൊടുത്ത ദിവസം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അന്ന് അപേക്ഷ സ്വീകരിച്ചത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയിരിക്കാം, APIO അല്ലെ. അദ്ദേഹമാണ് അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ അത് 35 ദിവസത്തിനകത്ത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് അപേക്ഷ സ്വീകരിച്ചതെങ്കിൽ 30 ദിവസത്തിനകത്ത് വിവരം. ഇനി ഒരാളുടെ ജീവനുമായി ബന്ധപ്പെട്ട, ഒരാളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ, ഒരാളുടെ ജീവനെ സംബന്ധിച്ച്, അയാളുടെ സ്വത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ 48 മണിക്കൂറിനകത്ത് എന്ത് നൽകണം? വിവരം നൽകണം. അപ്പോൾ സെക്ഷൻ 6 അഭ്യർത്ഥനയെക്കുറിച്ച് പറയുന്നു, സെക്ഷൻ 5 PIO എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നു, സെക്ഷൻ 7 ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നു, എത്ര സമയത്തിനകത്താണ് നിങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതെന്ന് പറയുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളതെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളതെങ്കിൽ 35 ദിവസം. അതേസമയം ജീവനും സ്വത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരാളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ 48 മണിക്കൂറിനകത്ത് വിവരം ലഭ്യമാക്കണം അല്ലെ. അത് ലഭ്യമാക്കിയില്ലെങ്കിലോ അതിൻ്റെ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 8(1) ഈ നിയമത്തിൽ സെക്ഷൻ 8(1) ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരും. സെക്ഷൻ 8(1) അല്ലെ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ വിവരങ്ങളും കിട്ടുമോ? ഇല്ല. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ വിവരങ്ങളും കിട്ടണമെന്നില്ല. വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കാത്ത വിവരങ്ങൾ ഏതൊക്കെയെന്ന് വ്യക്തമായിട്ട് വേറൊരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വേറൊരു സ്ഥലമാണ് സെക്ഷൻ 8(1) അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് വിവരം ചോദിക്കാൻ വിവരം കിട്ടും, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തരാനായിട്ട് കഴിയത്തില്ല. നിങ്ങൾക്ക് തരാൻ കഴിയാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചന സെക്ഷൻ 8(1) നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കും, ഏതാണ് കിട്ടാത്തത് അല്ലെ. കിട്ടുന്നത് ഒരുവിധപ്പെട്ട എല്ലാം കിട്ടും, അപ്പം കിട്ടാത്തത് ചോദിക്കാനാണ് എപ്പോഴും സാധ്യത കൂടുതൽ. അപ്പോൾ ആ കിട്ടാത്തത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ രാജ്യസുരക്ഷ അഖണ്ഡത, രാജ്യസുരക്ഷ അഖണ്ഡത, രാജ്യത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, അതിനെ ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെടുത്താൻ സാധ്യതയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങളത് അറിഞ്ഞാൽ കുഴപ്പമാകും എന്ന് തോന്നുകയാണെങ്കിൽ തരത്തില്ല. അപ്പം രാജ്യസുരക്ഷയുമായി, രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത ഇവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് കോടതി അലക്ഷ്യമാക്കാവുന്ന വിവരങ്ങൾ. ചിലപ്പോൾ ഏതെങ്കിലും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിനെ സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ കോടതിക്ക് പ്രത്യേക അധികാരമുള്ള എന്തെങ്കിലും കാര്യങ്ങളാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അത് നിങ്ങൾക്ക് തന്നാൽ കോടതി അലക്ഷ്യമാകും എന്ന് തോന്നുന്നുവെങ്കിൽ അത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇതൊരിക്കൽ കൂടി കേൾക്കണം കേട്ടോ, ഒരിക്കൽ കൂടി കേൾക്കണം. എനിക്ക് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് കോടതി അലക്ഷ്യമാകാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പാർലമെന്റിനും നിയമസഭയ്ക്കും എല്ലാം ചില പ്രത്യേക സവിശേഷമായിട്ടുള്ള അധികാരങ്ങളുണ്ടെന്നറിയാം. ആ അധികാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഒരു വിവരവും നിങ്ങൾക്ക് നൽകുകയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വിദേശ സർക്കാരിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ അല്ലെ. നമുക്കിപ്പോൾ റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ റഷ്യ ചില കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുകയാണ്. അങ്ങനെ വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിക്കുന്ന വിവരങ്ങൾ അത് രഹസ്യം തന്നെയാണ്. അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മോശമാവും അല്ലെ. അവരെക്കുറിച്ചൊക്കെ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പം അതുകൊണ്ട് വേറൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന് ലഭിച്ച രഹസ്യ വിവരങ്ങൾ ഈ പറഞ്ഞ പബ്ലിക് ഡൊമൈൻ ആക്കാനായിട്ട് പറ്റത്തില്ല, അതായത് പൊതുജനങ്ങൾക്ക് നൽകാനായിട്ട് പറ്റത്തില്ല. അടുത്തത് വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായ വിവരം. നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു കാര്യമാണ്. വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായ വിവരം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വിശ്വസ്ത ബന്ധത്തിൽ കൂടി ലഭിക്കുന്ന വിവരമാണ്. വേറെ ആരുടെ പറയത്തില്ല, നീ ധൈര്യമായിട്ട് പറ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ അത് ഈ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പൊ വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം അത് പരസ്യപ്പെടുത്തേണ്ടതില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വാണിജ്യ രഹസ്യം, വ്യാപാര രഹസ്യം, ബൗദ്ധിക സ്വത്തവകാശം, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയും. ബൗദ്ധിക സ്വത്തവകാശം ഇതും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെയൊക്കെ വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ വാണിജ്യ രഹസ്യം, വ്യാപാര രഹസ്യം അത് പൊതു താല്പര്യമുള്ളതല്ലെങ്കിൽ നൽകേണ്ടതില്ല എന്നാണ്.
പൊതു താല്പര്യമുള്ളതാണ്, രാജ്യത്ത് പൊതു താല്പര്യമുള്ള ഒരു സംഭവമാണ് എങ്കിൽ ഈ പറഞ്ഞ് അനുവദിച്ചേ പറ്റൂ. പൊതു താല്പര്യമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് PIOക്ക് തോന്നുന്ന പക്ഷം അത് നൽകേണ്ട കാര്യമില്ല. അതുപോലെ വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായ വിവരം പൊതു താല്പര്യമുള്ള കാര്യമല്ല, എല്ലാവർക്കും ഈ രാജ്യത്ത് അത് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഒന്നോ രണ്ടോ വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള താല്പര്യമാണ്. ആ താല്പര്യത്തിന്റെ പുറത്താണ് അവർ ആ വിവരം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ലഭ്യമാക്കേണ്ട കാര്യമില്ല. പൊതു താല്പര്യമുള്ള കേസിലാണെങ്കിൽ ചിലപ്പോൾ ലഭ്യമാക്കേണ്ടി വരും. പക്ഷേ കോടതിയെ ലക്ഷ്യമാകാവുന്ന, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കാവുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർലമെന്റിന്റെ അതുപോലെ തന്നെ നിയമസഭയുടെ സവിശേഷ അധികാരത്തിൽപ്പെടുന്ന കാര്യങ്ങൾ, അത് എന്താണെങ്കിലും ഈ പറഞ്ഞ ലഭ്യമാക്കാനായിട്ട് കഴിയത്തില്ല. പക്ഷെ വിശ്വസ്ത ബന്ധത്തിൽ ലഭ്യമായ വിവരം, ഒരു രാജ്യത്തിന്റെ ഈ പറഞ്ഞ വാണിജ്യം, വ്യാപാരം, അത് സംബന്ധിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ പറഞ്ഞ പൊതു താല്പര്യമുള്ള കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ വെളിപ്പെടുത്തേണ്ടി വരും. അല്ലാത്ത സാഹചര്യത്തിൽ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ജീവനോ സ്വത്തിനോ അപകടമാകുന്ന വിവരങ്ങൾ, മറ്റൊരാളുടെ ജീവനോ സ്വത്തിനോ അപകടകരമാകുന്ന വിവരങ്ങൾ ഈ പറഞ്ഞ പൊതു താല്പര്യം അല്ലെങ്കിൽ ഒരു കാരണവശാലും നൽകേണ്ടതില്ല. ജീവനോ സ്വത്തിനോ അപകടകരമാകുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അല്ലെ, ഇപ്പൊ പോലീസ് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ ഈ പറഞ്ഞ പ്രതിയെ പിടിക്കാനായിട്ട് പോവാണ്. പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാനായിട്ട് പറ്റുമോ? ആ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിഞ്ഞാൽ ആ പറഞ്ഞ പ്രതിയെ പിടികൂടാൻ ചിലപ്പോൾ പറ്റാതെ വരും, അയാൾ രക്ഷപ്പെട്ടെന്ന് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പരസ്യപ്പെടുത്താൻ പറ്റുമോ? നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാബിനറ്റ് പേപ്പറുകൾ. ക്യാബിനറ്റ് പേപ്പറുകൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതായത് ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ മന്ത്രിസഭാ യോഗം, ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നു, ഒരു തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ആ ചർച്ചകൾ പ്രകടിപ്പിച്ചെന്നിരിക്കും. ഇത് നാട്ടുകാർ കേൾക്കുന്നില്ല, ഒരു അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകളാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഓരോരുത്തരും എന്ത് പറഞ്ഞു എന്ന് ഈ പറഞ്ഞ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ക്യാബിനറ്റ് പേപ്പറുകൾ ലഭ്യമാക്കുകയില്ല. പക്ഷേ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞതിന് ശേഷം മന്ത്രിസഭ എന്ത് തീരുമാനമാണ് എടുത്തത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനമെടുത്തത്, ഏതൊക്കെ കാര്യങ്ങളാണ് ആ തീരുമാനത്തിന് വേണ്ടി പരിഗണിച്ചത് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കും. മനസ്സിലായോ? പക്ഷെ അവർ ക്യാബിനറ്റ് ചർച്ച, ആ പറഞ്ഞ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ലഭ്യമാക്കത്തില്ല. എന്ത് തീരുമാനം എടുത്തു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലഭ്യമാക്കും. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ലഭ്യമാക്കാൻ പറ്റത്തില്ല, തീരുമാനം എടുത്തതിന് ശേഷം ലഭ്യമാക്കും. അവിടെ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ക്യാബിനറ്റ് പേപ്പറുകൾ ലഭ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല എന്നുത്തരം. അതേസമയം മന്ത്രിസഭ എടുത്ത തീരുമാനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭ്യമാക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. തീർച്ചയായിട്ടും ലഭ്യമാക്കാൻ പറ്റും എന്ന് ഉത്തരം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. നിങ്ങളൊരു പരീക്ഷ എഴുതി, സർവകലാശാലയിൽ പരീക്ഷ എഴുതി. നിങ്ങൾ പ്രതീക്ഷിച്ചത് 100 മാർക്കിൻ്റെ പരീക്ഷയിൽ 7 മാർക്കാണ്, പക്ഷെ 0 കിട്ടിയത്. നിങ്ങൾ 7 മാർക്ക് പ്രതീക്ഷിച്ച് 0 കിട്ടി. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം, 7 മാർക്ക് എന്തോ തെറ്റിപ്പോയതാണോ എന്ന് നോക്കി. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരക്കടലാസ് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സർവകലാശാലയിൽ നിന്ന് എടുക്കാം. സർവകലാശാലയിൽ നിന്ന് എടുത്തപ്പോഴും നിങ്ങൾ ഞെട്ടിപ്പോയി. -7 ഈ പറഞ്ഞ ശരിക്കും മാർക്ക്. നിങ്ങൾക്ക് 0 ഈ പറഞ്ഞ അയാൾ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉത്തരക്കടലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. ഉത്തരക്കടലാസ് എടുക്കാൻ പറ്റുമെന്ന് ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് സുപ്രീം കോടതിയുടെ കൊളീജിയം കത്തിടപാടുകൾ പ്രസിദ്ധപ്പെടുത്താമോ എന്ന് ചോദ്യം. അല്ലെ, സുപ്രീം കോടതി പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതിയുടെ കൊളീജിയം കത്തിടപാടുകൾ എന്ത് ചെയ്യാം, പ്രസിദ്ധപ്പെടുത്താം എന്ന് ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ നൽകാമോ എന്ന് ചോദ്യം. അത് ഉറപ്പായിട്ടും സ്വത്ത് വിവരങ്ങൾ നൽകാം എന്ന് ഉത്തരം. കാരണം ഇവരെല്ലാം പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ സ്വത്ത് വിവരങ്ങൾ നൽകാമെന്ന് ഉത്തരം. അല്ലെ, അതൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, പിന്നെ അത് കഴിഞ്ഞിട്ട് കോടതിയെ ലക്ഷ്യമാകാവുന്ന കാര്യങ്ങൾ, പാർലമെന്റോ നിയമസഭയുടെ പ്രത്യേക അധികാരത്തിന് കീഴിൽ വരുന്ന വസ്തുതകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വസ്ത ബന്ധത്തിൽ കൂടി ഒരു രാജ്യത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാണിജ്യ രഹസ്യം, ബൗദ്ധിക ഈ പറഞ്ഞ സ്വത്തവകാശം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ് ലഭ്യമാക്കാനായിട്ട് കഴിയത്തില്ല. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം ക്രമമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കണം. എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞതല്ല, ആ നിയമത്തിനകത്ത് കൊടുത്ത കാര്യങ്ങൾ അതുപോലെ രേഖപ്പെടുത്തി വെച്ചതാണ്.
അപ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് വിവരങ്ങൾ. അല്ലെ, ഇലക്ഷൻ വരാനായിട്ട് പോവാണ്. ഇലക്ഷൻ വരാൻ പോകുന്നു. കോൺഗ്രസിന് എത്ര ഫണ്ട് കിട്ടി, അതുപോലെ BJPക്ക് എത്ര ഫണ്ട് കിട്ടി, അതുപോലെ ഇന്ന പാർട്ടിക്ക് എത്ര ഫണ്ട് കിട്ടി, ആ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ ഈ പറഞ്ഞറിയാൻ നമുക്ക് അവകാശമുണ്ട്. ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് വിവരങ്ങൾ എന്താണ്, ഈ പറഞ്ഞ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നമുക്ക് ആ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും, ചോദിക്കാനായിട്ട് പറ്റും. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചോദ്യം പലർക്കും സംശയമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ, 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുമോ എന്ന് ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ ലഭിക്കുമെന്ന് ഉത്തരം. അത് മാത്രമല്ല, ചില കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് 20 കൊല്ലം കഴിയണം. ചില കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ, അത് പരിഗണിക്കണമെങ്കിൽ പോലും 20 കൊല്ലം കഴിയണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാബിനറ്റ് പേപ്പറുകൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു 20 കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാബിനറ്റ് പേപ്പറിനകത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ അവകാശമുണ്ട്. 20 കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് ലഭിക്കും. രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യം ചോദിച്ചു. അത് ഈ പറഞ്ഞ 20 കൊല്ലത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്, ഇപ്പോഴത്തെ കാര്യമല്ല. 20 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭ്യമാക്കാം. കോടതിയുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യമാകാവുന്ന ഒരു കാര്യം, പക്ഷെ അത് 20 കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ലഭ്യമാക്കാം. ചില കാര്യങ്ങളൊക്കെ ലഭ്യമാക്കണമെങ്കിൽ 20 കൊല്ലം കഴിയണം. അപ്പോൾ 20 വർഷം മുമ്പ് നടന്ന സംഭവങ്ങൾ ലഭ്യമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും, സമയപരിധിയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 9, നമ്മൾ അധ്യായം 2-നകത്തുള്ള കാര്യമാണ് പറയുന്നത്. അധ്യായം 2-നകത്ത് 3 മുതൽ 11 വരെ സെക്ഷൻ, അല്ലെ, അതില് സെക്ഷൻ 9, അല്ലെ, നേരത്തെ പറഞ്ഞ സെക്ഷൻ 8(1) കാര്യമാണ്. ഇപ്പോൾ പറയുന്നത് സെക്ഷൻ 9. സെക്ഷൻ 9-ൽ പറയുന്നത് എന്താണ്? പകർപ്പവകാശ വിവരം, പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അല്ലെ. ഇപ്പൊ ഞാനൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്, ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നു, കോപ്പിറൈറ്റ് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ എൻ്റെ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഈ പറഞ്ഞ വിവരാവകാശ നിയമം കൊടുത്തു, കോപ്പിറൈറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ ഈ പറഞ്ഞ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കൂടിയാണ് ആ സാധനം. അപ്പോൾ അത് ഈ പറഞ്ഞ നിങ്ങൾ ചോദിക്കുന്നു, അത് ഈ പറഞ്ഞ ഒരു കാരണവശാലും നിങ്ങൾക്ക് തരത്തില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ സ്ഥാപനത്തിന് ഈ പറഞ്ഞ പകർപ്പവകാശമുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾക്ക് ലഭ്യമാക്കുകയില്ല. പക്ഷേ സർക്കാരിന് പകർപ്പവകാശമുള്ളതാണ് എങ്കിൽ സർക്കാരിന് അത് ബാധകമല്ല. സർക്കാരിൻ്റെ വിവരങ്ങൾ എന്ത് ചെയ്യും? നൽകും. പക്ഷെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന് പകർപ്പവകാശമുള്ളതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ഉറപ്പാണ്. അത് 20 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും. ഇവിടെ കിട്ടിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സർക്കാരിന് പകർപ്പവകാശമുള്ള കാര്യങ്ങൾ അത് വിവരാവകാശ നിയമത്തിലൂടെ ലഭിക്കുമോ എന്ന് ചോദ്യം. ലഭിക്കുമെന്ന് ഉത്തരം. അത് സെക്ഷൻ ഏതെന്ന് ചോദ്യം. സെക്ഷൻ 9 എന്ന് ഉത്തരം. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 9. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സെക്ഷൻ, സെക്ഷൻ 9. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 11, നല്ല ഒരു ചോദ്യം വരുന്ന ഒരു മേഖലയാണ് സെക്ഷൻ 11. സെക്ഷൻ 11-ൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ നിയമത്തിൽ 3-ാം കക്ഷിയെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 11 ആരാണ് 3-ാം കക്ഷി? അത് നിങ്ങൾ അറിയണം. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വിവരാവകാശത്തിന് അഭ്യർത്ഥന കൊടുക്കുന്നു. അപ്പം ഞാൻ 1-ാം കക്ഷി. നിങ്ങൾ എന്ത് ചെയ്യുന്നു? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് സ്വീകരിക്കുന്നു. നിങ്ങൾ 2-ാം കക്ഷി, അല്ലെ. അഭ്യർത്ഥന നൽകുന്ന ഞാൻ 1-ാം കക്ഷി. അഭ്യർത്ഥന സ്വീകരിച്ച PIO ആയിട്ടുള്ള നിങ്ങൾ ഈ പറഞ്ഞ എന്തായാലും നാളെ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അല്ലേ. അപ്പം നാളെ നിങ്ങൾ എൻ്റെ അപേക്ഷ സ്വീകരിക്കുമായിരിക്കും. അപ്പോൾ PI ആയിട്ടുള്ള നിങ്ങൾ എന്താണ്? 2-ാം കക്ഷി. 2-ാം കക്ഷി. അപ്പൊ 3-ാം കക്ഷി ആര്? ഞാനും നിങ്ങളും അല്ലാത്ത ആരോ, അയാളെല്ലാം 3-ാം കക്ഷി. ഞാനും നിങ്ങളും അല്ലാത്തതെല്ലാം എന്താണ്? 3-ാം കക്ഷി. ആര് വേണോ 3-ാം കക്ഷിയാവാം. അപ്പൊ വിവരാവകാശ നിയമത്തിൽ 1-ാം കക്ഷി അപേക്ഷ കൊടുക്കുന്ന ആളാണ്. 2-ാം കക്ഷി അപേക്ഷ സ്വീകരിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. ജനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന കണ്ണി, അല്ലെ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. അപ്പൊ ഈ 1ഉം 2ഉം കക്ഷി അല്ലാത്ത ആരും ഈ പറഞ്ഞ ആരാവാം? 3-ാം കക്ഷി ആവാം. അതൊരു പൊതു അധികാരി തന്നെയാവാം, വേറെ ഏതെങ്കിലും ഈ പറഞ്ഞ സർക്കാർ സ്ഥാപനങ്ങളും ആവാം. PIO എന്ന് പറയുന്നത് ഒരു പൊതു അധികാരിയുടെ ഭാഗമാണ്. ഈ പറഞ്ഞ പൊതു അധികാരി അല്ലാത്ത വേറൊരു പൊതു അധികാരിയും ഈ പറഞ്ഞ ഏത് 3-ാം കക്ഷിയിൽ വരാം. അപ്പൊ 1-ാം കക്ഷി ആര്? 2-ാം കക്ഷി ആര്? അതല്ലാത്തതെല്ലാം ഏതാണ്? 3-ാം കക്ഷിയാണ്. അതിനകത്ത് ആരും വരാം. മറ്റൊരു പബ്ലിക് അതോറിറ്റിയും ഏതിൽ വരാം? 3-ാം കക്ഷിയിൽ വരാം. ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോണം. അപേക്ഷകൻ 1-ാം കക്ഷി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 2-ാം കക്ഷി, അല്ലെ. ശരി, അപേക്ഷകനല്ലാത്ത മറ്റൊരു കക്ഷിയാണ് 3-ാം കക്ഷി എന്ന് പറയുന്നത്.
ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം. മൂന്നാം കക്ഷിയുടെ രഹസ്യമായിട്ടുള്ള എന്തോ കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാൻ വലിയ കൗതുകമുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ മൂന്നാം കക്ഷിയുടെ രഹസ്യ വിവരം എന്ത് ചെയ്യുന്നു, നിങ്ങൾ അപേക്ഷിക്കുന്നു. മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം അറിയാൻ നിങ്ങളൊരു അഭ്യർത്ഥന ആർക്ക് കൊടുക്കുന്നു, PIOയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ PIO എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. PIOയ്ക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും ഇത് രഹസ്യ വിവരമാണ്. ഉടനെ PIO ആലോചിക്കുന്ന എന്താണ്, ഇത് പൊതു താല്പര്യമുള്ളതാണോ, അത് ഇവന്റെ മാത്രമായിട്ടുള്ള പ്രത്യേക ഇൻട്രസ്റ്റ് ആണോ, അല്ലെ? അപ്പൊ ഇവന് പൊതു താല്പര്യമുള്ളതാണോ, ഇവന്റെ പ്രത്യേക ഇൻട്രസ്റ്റ് ആണോ എന്ന് നോക്കും. അപ്പൊ നോക്കുമ്പോൾ ഒരു പൊതു താല്പര്യം അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ മൂന്നാം കക്ഷിയെ അറിയിക്കും, നിന്നെക്കുറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ വേറൊരാൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അത് കൊടുക്കാനായിട്ട് പോവാണ്, എന്താണ് നിനക്കതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അല്ലെ? ഇപ്പൊ രഹസ്യ വിവരമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവന്റെ കാര്യം ഈ പറഞ്ഞ എന്താണ്, അധികാരിയിൽ ഉണ്ട്, അധികാരി കൊടുക്കാൻ പോവാണ്. കൊടുക്കുന്നതിന് മുമ്പ് അവനോട് ഒരു മര്യാദ, ഞങ്ങൾ കൊടുക്കാൻ പോവാണ്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കണം. എത്ര ദിവസത്തിനകത്ത് ചോദിക്കണം, ഈ അപേക്ഷ കിട്ടി 5 ദിവസത്തിനകത്ത് അവനെ അറിയിക്കണം, മൂന്നാം കക്ഷി അറിയിക്കണം, ഇങ്ങനെ ഒരുത്തൻ നിന്നെക്കുറിച്ച് രഹസ്യവിവരം ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൊടുക്കാനായിട്ട് പോവാണ്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് 5 ദിവസത്തിനകത്ത് ഈ പറഞ്ഞ മൂന്നാം കക്ഷി രഹസ്യവിവരവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കിട്ടിയാൽ മൂന്നാം കക്ഷിയെ അറിയിക്കണം. അപ്പോൾ മൂന്നാം കക്ഷി എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു മറുപടി, ചേട്ടാ കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി തിരിച്ചു കൊടുക്കണം. 10 ദിവസത്തിനകത്ത് കൊടുക്കണം. പക്ഷെ അങ്ങനെ 10 ദിവസത്തിനകത്ത് കൊടുക്കുമ്പോഴും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവേചന അധികാരത്തിലാണ് അത് വരുന്നത്. കാരണം ഈ കാര്യം ഈ പറഞ്ഞൊരു പൊതു താല്പര്യമുള്ള കാര്യമാണ്, ഇവൻ്റെ രഹസ്യമായിരിക്കാം, പക്ഷെ ഇതൊരു പൊതു താല്പര്യമുള്ള കാര്യമാണ്. അതായത് ഇവിടെ ഒന്നാം കക്ഷി അത് ചോദിച്ചിരിക്കുന്നത് അയാളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് പ്രകാരമല്ല, പൊതു താല്പര്യമുള്ള ഒരു കാര്യം എന്നുള്ള നിലയിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കാം, കൊടുത്തേ പറ്റൂ, കൊടുത്തേ തീരൂ. അപ്പോൾ അത് ആരെ അറിയിക്കും, മൂന്നാം കക്ഷി അറിയിക്കും. നിങ്ങളത് കൊടുക്കരുതെന്നാണ് പറഞ്ഞത്, പക്ഷെ അത് പൊതു താല്പര്യമുള്ളൊരു കേസാണ്, ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, ഞങ്ങൾ കൊടുക്കും. പക്ഷെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അപ്പീൽ പൊയ്ക്കോ, ഭാവിയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ആ അപ്പീലിനനുസരിച്ച് ചെയ്തു കൊള്ളാം, ഇപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, അല്ലെ? അപ്പോൾ മൂന്നാം കക്ഷി എന്ന് പറയുന്നത് ആരാണ്? മൂന്നാം കക്ഷി രഹസ്യ വിവരം എന്ന് പറഞ്ഞത് എന്താണ്? മൂന്നാം കക്ഷി രഹസ്യ വിവരവുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ കിട്ടിയാൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ 5 ദിവസത്തിനകത്ത് ആ മൂന്നാം കക്ഷിയെ അറിയിക്കണം. മൂന്നാം കക്ഷി എന്ത് ചെയ്യണം? 10 ദിവസത്തിനകത്ത് അതിൻ്റെ ഒരു അഭിപ്രായം PIOയെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത നടപടി? അത് PIOയുടെ ഏതാണ് വിവേചന അധികാരത്തിനകത്ത് വരുന്നതാണ്. അതനുസരിച്ച് നടപടി സ്വീകരിക്കും. പക്ഷേ ഈ പറഞ്ഞ മൂന്നാം കക്ഷിക്ക് അപ്പീൽ അധികാരം ഉപയോഗിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകണം. ശരി, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 3. അധ്യായം 3-നകത്ത് 12 മുതൽ 14 വരെ വകുപ്പാണ്. അധ്യായം 3 അല്ലെ. അധ്യായം 2 എന്ന് പറയുന്നിടത്ത് പറഞ്ഞ എന്താണ്? വിവരാവകാശം, പൊതു അധികാരി. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അധ്യായം 2-നകത്ത് പറഞ്ഞത്. 3 മുതൽ 11 വരെ വകുപ്പ്. ഇവിടെ ഇപ്പൊ അധ്യായം 3, അധ്യായം 3-ല് 12 മുതൽ 14 വരെ വകുപ്പ്, അല്ലെ? അതായത് ഈ പറഞ്ഞ 3 വകുപ്പേ ഉള്ളൂ, 12, 13, 14. അതിനകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. നായകൻ വരുന്നതേ ഉള്ളൂ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞ അധ്യായം 3-ലാണ്. അധ്യായം 3-ലാണ്. സെക്ഷൻ 12. സെക്ഷൻ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്നു. ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്നാണ് വന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം CIC ഭവൻ, ഡൽഹി. CIC ഭവൻ, ഡൽഹി, അല്ലെ? ഡൽഹിയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമല്ലേ? പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ലേ? അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഇതിനൊരു സിവിൽ കോർട്ടിന്റെ സ്റ്റാറ്റസ് ഉണ്ടോ? ഇല്ല. സിവിൽ കോർട്ടിന്റെ സ്റ്റാറ്റസ് ഇല്ല. സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളില്ലേ? സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങളുണ്ട്. സിവിൽ കോർട്ടിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടോ? ഇല്ല. അതായത് ശിക്ഷ കൊടുക്കാൻ പറ്റോ? ഇല്ല. റിലീഫ് കൊടുക്കാൻ പറ്റോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം, മൊഴിയെടുക്കാം, രേഖകൾ ഹാജരാക്കാൻ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു സിവിൽ കോർട്ടിന്റെ ചില അധികാരങ്ങൾ അതിനുള്ളത് കൊണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കും കോസി ജുഡീഷ്യൽ ബോഡിയാണ്.
അല്ലെ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, അതുപോലെ തന്നെ കോസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 12. സെക്ഷൻ 12-നകത്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ വരെ ആകാമെന്ന് ചോദിച്ചാൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 അംഗങ്ങൾ വരെ ആകാം. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 അംഗങ്ങൾ വരെ ആകാം, അല്ലെ. അപ്പൊ അദ്ദേഹത്തെ കൂടെ കൂട്ടി പരമാവധി എത്ര വരെ ആകാം? 11 അംഗങ്ങൾ വരെ ആകാം, അല്ലെ. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനൊരു സമിതിയുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിലും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സമിതി ഉണ്ടല്ലോ, അതുപോലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രധാനമന്ത്രിയുണ്ട്. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതി, അല്ലെ. ആ സമിതിയിൽ ആരുണ്ട്? പ്രധാനമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ, അല്ലെ. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സമിതിയുണ്ട്. അതിന്റെ അധ്യക്ഷന്മാരായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയെ കൂടാതെ മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി കൂടി ഉണ്ടായിരിക്കും. ഈ മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി ആരെ എന്ന് ആര് തീരുമാനിക്കും? പ്രധാനമന്ത്രി തീരുമാനിക്കും. അപ്പൊ നമ്മൾ പറയും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന, പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി, മറ്റൊരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഇനി അത് കഴിഞ്ഞിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. അപ്പോ ആരെ തെരഞ്ഞെടുക്കുന്ന സമിതി? വിവരാവകാശ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. പ്രധാനമന്ത്രിയെ കൂടാതെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റിൽ വരുന്ന ഒരു മന്ത്രി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ച് വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ സെക്ഷൻ 13-ലാണ് കാലാവധിയെ കുറിച്ച് പറയുന്നത്. ആരുടെ കാലാവധി? വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി. ആ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 65 വയസ്സുവരെ. കൊണ്ടിട്ട് തെറ്റിക്കരുത്. 3 വർഷം 65 വയസ്സുവരെ. 70 വയസ്സുവരെ എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. മനുഷ്യാവകാശ നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3 വർഷം 70 വയസ്സുവരെ എന്നാണ്. പക്ഷെ ഇവിടെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ എന്നാണ്, അല്ലെ. ഇവിടെ വേറൊരു ചോദ്യം, ഈ അംഗങ്ങൾ പുനർനിയമിക്കപ്പെടാൻ യോഗ്യരാണോ? മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണ്. ഇവിടെ വിവരാവകാശ നിയമപ്രകാരം ഈ പറഞ്ഞ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം. പുനർനിയമനത്തിന് യോഗ്യരല്ല. പക്ഷേ ഇതിനകത്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണറുണ്ട്, 10 ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷണർമാരുണ്ട്, അല്ലെ. 10 അംഗങ്ങൾ വേറെയുണ്ട്. അവർക്ക് വേണമെങ്കിൽ, ഇതിനകത്ത് ഉള്ള മറ്റ് കമ്മീഷണർമാർക്ക് വേണമെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് വരാം. അതേ സ്ഥാനത്തോട്ട് പുനർനിയമനമില്ല, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് വരാം. എന്നിരുന്നാലും ആകെ 5 വർഷത്തിൽ കൂടുതൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ 3 വർഷം ഇരുന്ന ഒരാൾക്ക് ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് എത്ര കൊല്ലം കൂടി ഇരിക്കാൻ പറ്റൂ? 2 കൊല്ലം കൂടി ഇരിക്കാൻ പറ്റൂ. അപ്പോഴത്തേക്കും മൊത്തം 5 കൊല്ലം ആവും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾക്ക് പുനർനിയമനത്തിന് യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുത്തരം. പക്ഷെ മറ്റ് കമ്മീഷണർമാർക്ക് മുഖ്യ കമ്മീഷണറായിട്ട് വേണമെങ്കിൽ നിയമിക്കപ്പെടാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആകെ ടോട്ടൽ എല്ലാം കൂടി 5 കൊല്ലത്തിൽ കൂടുതൽ ആകാനും പാടില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവരെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രാഷ്ട്രപതിയാണ്, അല്ലെ. ആ സമിതി തിരഞ്ഞെടുക്കും, പക്ഷെ ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി നിയമിക്കും. ഇവര് പ്രതിജ്ഞ എടുക്കണ്ടേ? രാഷ്ട്രപതിയുടെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കണം. രാഷ്ട്രപതിക്ക് അന്ന് വേറെ പരിപാടിയുണ്ട്. അങ്ങനെയാണെങ്കിലോ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ആളുടെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം, രാജിക്കത്ത് ആർക്ക് കൊടുക്കും? രാഷ്ട്രപതിക്ക് കൊടുക്കും. നീക്കം ചെയ്യൽ അങ്ങനെ വ്യവസ്ഥയുണ്ടല്ലോ. ഏതൊക്കെ ഗ്രൗണ്ടിൽ നീക്കം ചെയ്യാം? പെരുമാറ്റ ദൂഷ്യം, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ആ ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചു, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ശമ്പളം പറ്റുന്ന ജോലി ചെയ്യുന്നു, പെരുമാറ്റ ദോഷം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം, അല്ലെ. ആർക്ക് നീക്കം ചെയ്യാം? രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്ക് സാധിക്കും. ഏതൊക്കെ സാഹചര്യത്തിൽ എന്നുള്ളത്
പ്രധാനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കണോ കൊടുക്കണ്ടേ? ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഫണ്ടിൽ ഓടുന്ന ഒരു സ്ഥാപനമല്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നാട്ടുകാരെ അറിയിക്കണ്ടേ? അപ്പൊ ആ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. വാർഷിക റിപ്പോർട്ട് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. രാഷ്ട്രപതിക്ക് എന്നല്ല, കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അധ്യായം 4. അധ്യായം 3 12 മുതൽ 14 വരെയുള്ള വകുപ്പിലാണ് നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞത്. അതേസമയം അധ്യായം 4 15 മുതൽ 17 വരെയുള്ള വകുപ്പിൽ പറയുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 തന്നെയാണ്. 2005 തന്നെയാണ്. അപ്പൊ അതിനകത്ത് മാറ്റമില്ല. പിന്നെ ഡിസംബർ 19, 2005 ഡിസംബർ 19, അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം 4 എന്നുള്ളത് ഓർക്കുക. മൊത്തം എത്ര അംഗങ്ങളാണ്? 11 അംഗങ്ങൾ. അതായത് സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് 10 അംഗങ്ങൾ. ഇവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയില്ലേ? സമിതി തീർച്ചയായിട്ടും ഉണ്ട്. കേന്ദ്രത്തിൽ അത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടാണ്. അപ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടായിരിക്കും. മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി വേറൊരു അംഗമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാണ്? അത് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ്. മറ്റടുത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ ഇവര് ഈ പറഞ്ഞ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ പറഞ്ഞ ഒരു 3 അംഗ സമിതിയാണ് ഈ പറഞ്ഞ 11 അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ എന്താണ് യോഗ്യത? ഈ അംഗങ്ങൾക്ക് വേണ്ട യോഗ്യത എന്താണ് അല്ലെ? കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാകണമെങ്കിൽ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടയർഡ് ഈ പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജെങ്കിലും ആയിരിക്കണം അല്ലെ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവണമെങ്കിൽ സംസ്ഥാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർഡ് ആയത് ഒരാളായിരിക്കണം, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജായിട്ട് ഉള്ള ഒരാൾ, റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നൊക്കെ ഈ പറഞ്ഞ എന്താണ് യോഗ്യത പറയുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല. അതായത് ഈ പറഞ്ഞ ഈ രംഗത്ത് പരിചയമുള്ള ഒരാളായിരിക്കണം. സാമൂഹ്യ രംഗത്ത്, അതുപോലെ തന്നെ എന്താണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്രപ്രവർത്തന രംഗത്ത്, അങ്ങനെയൊക്കെയുള്ള രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ളവർക്ക് അംഗമാകാം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന് അംഗമാവാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കോ ഒരു MLAക്കോ MP ക്കോ ഒന്നും ഇതിനകത്ത് അംഗമാകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തോണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് കാലാവധി നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ പറഞ്ഞത് തന്നെയാണ്. 65 വയസ്സ് അല്ലെങ്കിൽ 3 വർഷം, ഇതിൽ ഏതാണോ ആദ്യം അതുവരെ. ഇനി അത് കഴിഞ്ഞിട്ട് നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഗവർണർ. സത്യപ്രതിജ്ഞ ആരുടെ മുമ്പിൽ ചെയ്യണം? ഗവർണറുടെ മുമ്പിൽ ചെയ്യണം. രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? ഗവർണർക്ക് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. മനുഷ്യാവകാശ നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഗവർണറല്ല, അതിനുള്ള അധികാരമില്ല, അത് പ്രസിഡന്റാണ്. പക്ഷെ ഇവിടെ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് ഗവർണർക്കാണ്. വാർഷിക റിപ്പോർട്ട് കൊടുക്കണോ വേണോ വേണ്ടയോ നിങ്ങൾ ആലോചിച്ചിട്ട് പറ. വാർഷിക റിപ്പോർട്ട് തീർച്ചയായിട്ടും കൊടുക്കണം. അത് ആർക്ക് കൊടുക്കണം? അത് സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. ഗവർണർ എന്ന് പറയരുത്, സംസ്ഥാന സർക്കാരിന് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അധ്യായം 5. അധ്യായം 5 എന്താണ് പറയുന്നത്? അപ്പീലിനെ കുറിച്ച്, പിഴയെക്കുറിച്ച് അല്ലെ? നമ്മളപ്പോൾ ഒരു വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തപ്പോഴത്തേക്കും നേരെ ചൊവ്വേ വിവരം തന്നിട്ടില്ല. അതായത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവരമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പീൽ പോകും. അങ്ങനെയുള്ള അപ്പീലിനെ കുറിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിയായ വിവരം തരാത്ത ഉദ്യോഗസ്ഥൻ പിഴ നൽകേണ്ടി വരും. ആ പിഴയെക്കുറിച്ച് പറയുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 5. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ ഓരോ അധ്യായത്തിലും എന്താണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഞാൻ വീണ്ടും അത് പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സമയം നീണ്ടുപോകും. നിങ്ങൾ ഒന്നുകിൽ ഒരിക്കൽ കേൾക്കുകയോ അല്ലെങ്കിൽ റിവൈൻഡ് അടിച്ച് നോക്കുകയോ ചെയ്യണം. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ ഭാഗത്തെ മാർക്ക് പോകും. അപ്പോൾ അധ്യായം 5 അപ്പീലും പിഴയെക്കുറിച്ച് പറയുന്നത്. അതിൽ സെക്ഷൻ 19 പഠിച്ചു വെക്കണം. സെക്ഷൻ 19 അപ്പീലിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 19 അപ്പീലിനെ കുറിച്ച് പറയുന്നത്. അപ്പീൽ എന്ന് പറയുമ്പോൾ 2 തരം അപ്പീലാണ്. അപ്പീൽ എന്ന് പറയുമ്പോൾ ഒരു 2 ടയർ ആണെന്ന് നമ്മൾ പറയും. അതായത് ഒരു ദ്വിതല അപ്പീൽ സംവിധാനമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ളത്. നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു,
നിങ്ങൾക്ക് വിവരം കിട്ടി, നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ നിങ്ങൾ അപ്പീൽ പോകും. അതിനെ ഒന്നാം അപ്പീൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു വിവരം കിട്ടി, അത് അതിനേക്കാളും ഫ്രോഡായിട്ടുള്ള വിവരമാണ്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടാം അപ്പീൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അടുത്ത വിവരം കിട്ടും. ഇനി അതിലും തൃപ്തനല്ലെങ്കിൽ അത് കയ്യിൽ വെച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം രണ്ടാം അപ്പീൽ വരെ പറ്റൂ. രണ്ടാം അപ്പീലിൽ കിട്ടുന്ന വിവരം എന്താണ്? അന്തിമമാണ്. അപ്പോൾ ഒരു ദ്വിതല അപ്പീൽ സംവിധാനമാണ് വിവരാവകാശ നിയമത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നാം അപ്പീൽ. അപ്പോൾ നിങ്ങൾക്കൊരു വിവരത്തിന് നിങ്ങൾ അപേക്ഷിച്ചു, ആ അപേക്ഷ പ്രകാരം ഒരു വിവരം കിട്ടി. അങ്ങനെ വിവരം കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അത് തൃപ്തനല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതായത് ആ വിവരം അപൂർണമാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്പീൽ പോകാം. അങ്ങനെ അപ്പീൽ പോകണമെങ്കിൽ ഈ വിവരം കിട്ടി 30 ദിവസത്തിനകത്ത് അപ്പീൽ പോകണം. നിങ്ങൾ ആദ്യം അഭ്യർത്ഥന കൊടുത്തത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. ഇനി ഈ പറഞ്ഞ അപ്പീൽ പോകുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്താൽ പറ്റില്ല. അദ്ദേഹത്തിന് മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥന് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാം അപ്പീൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് വിവരം കിട്ടി 30 ദിവസത്തിനകത്ത് ഈ പറഞ്ഞ ഒന്നാം അപ്പീൽ പൊയ്ക്കോണം. അപ്പോഴും ഒരു വിവരം കിട്ടി, അതിലും തൃപ്തനാകുന്നില്ല. അങ്ങനെ ആൾക്കാരുണ്ട്, അതിലും തൃപ്തനാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം അപ്പീൽ പോകാം. രണ്ടാം അപ്പീൽ പോകേണ്ടത് എത്ര ദിവസത്തിനകത്ത്? 90 ദിവസത്തിനകത്ത് രണ്ടാം അപ്പീൽ പോകാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കും. ആ മറുപടി അന്തിമമാണ്. അതിന് മുകളിൽ ഇനി ഈ പറഞ്ഞ നിങ്ങൾക്ക് അപ്പീൽ പോകാനായിട്ട് കഴിയത്തില്ല. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സെക്ഷൻ 20. നേരത്തെ പറഞ്ഞ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുത്താൽ അദ്ദേഹം 30 ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് പറഞ്ഞു. 30ആയി, 35ആയി, 40ആയി. മനസ്സിലായോ? നമ്മളെന്നും പോസ്റ്റ്മാനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ പറഞ്ഞ വിവരം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പിഴ ശിക്ഷ നൽകാനായിട്ട് പറ്റും. ആര്? ഈ പറഞ്ഞ PIOക്ക് പിഴ ശിക്ഷ ലഭിക്കും. ഒരു ദിവസം 250 രൂപ എന്ന് വെച്ച് പിഴ അടയ്ക്കേണ്ടി വരും. അങ്ങനെ പരമാവധി പിഴ ഈടാക്കാൻ പറ്റുന്നത് 25,000 രൂപയാണ്. അപ്പോൾ സെക്ഷൻ 20 പിഴയെക്കുറിച്ച് പറയുന്നത്. ഒരു ദിവസം 250 രൂപ. പരമാവധി എത്രയെ പിരിക്കാൻ പറ്റൂ? 25,000 രൂപ വരെ അദ്ദേഹത്തിൽ നിന്ന് പിഴ ഈടാക്കാനായിട്ട് പറ്റും. ഒരു ദിവസം 250 രൂപ, പരമാവധി 25,000 രൂപ. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യത്തിലോട്ട് വരാം. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് വിവരാവകാശ കമ്മീഷനെ നേരിട്ട് സമീപിക്കാവുന്നത്? സാമാന്യ ബുദ്ധിക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് സാഹചര്യത്തിലാണ് വിവരാവകാശ കമ്മീഷനെ നിങ്ങൾക്ക് നേരിട്ട് സമീപിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അഭാവം. അയാളില്ല. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആൾ ആ സ്ഥാപനത്തിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ പറഞ്ഞ ഇനി വിവരാവകാശ കമ്മീഷൻ കൊണ്ടുവന്നിട്ട് അപേക്ഷ കൊടുക്കേണ്ടി വരും, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ സ്വീകരിക്കുന്നില്ല, മുടയാണ്, അപേക്ഷ സ്വീകരിക്കുന്നില്ല. പബ്ലിക് ഇൻഫർമേഷൻ അപേക്ഷ സ്വീകരിക്കാതെ വരുമ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് സമയപരിധിക്കുള്ളിൽ വിവരം കിട്ടിയില്ല. നമ്മൾ അപേക്ഷിച്ച സമയം കഴിഞ്ഞു, കിട്ടാനുള്ള സമയം കഴിഞ്ഞു, എന്നിട്ടും എന്ത് കിട്ടുന്നില്ല? വിവരം കിട്ടുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് കിട്ടിയത് എങ്ങനെ? അപൂർണവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിവരങ്ങൾ. അതുകൊണ്ടല്ലേ നമ്മൾ അപ്പീലിന് പോകുന്നേ, അല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ അമിതമായ ഫീസ് ആവശ്യപ്പെടുമ്പോൾ, അല്ലേ, ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കേണ്ടിയൊക്കെ വരും. അതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വീട് വിറ്റാലും ഈ പറഞ്ഞ വിവരം കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷനെ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സമീപിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് 6 അധ്യായങ്ങളാണെന്ന് പറഞ്ഞു, 31 സെക്ഷൻ ആണെന്ന് പറഞ്ഞു, അല്ലാതെ 2 ഷെഡ്യൂളുകളുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ആ 2 ഷെഡ്യൂളിൽ എന്താണുള്ളത് എന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാർക്ക് പോകും. 2 ഷെഡ്യൂളിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഷെഡ്യൂളിനകത്ത് ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞാവാചകങ്ങളാണ്, അല്ലെ? ഇവരെ ഈ പറഞ്ഞ അംഗമാകുമ്പോൾ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലണമല്ലോ. അപ്പോൾ ആ സത്യപ്രതിജ്ഞാവാചകങ്ങൾ, ഓത്ത് ആൻഡ് അഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷെഡ്യൂൾ 1 ഉള്ളത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ 2 പരീക്ഷയ്ക്ക് ചോദിക്കും. ഷെഡ്യൂൾ 2 എന്താണ് പറയുന്നത്?
നമ്മൾ സെക്ഷൻ 8.1 പഠിച്ചു. സെക്ഷൻ 8.1 പറഞ്ഞപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ ഐക്യം, ഇതിന് തടസ്സമാകുന്ന വിധത്തിലുള്ള വിവരങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല, അല്ലെ? രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ സുരക്ഷ, ഇവയെ മുൻനിർത്തി ചില സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് ഇന്റലിജൻസ് വിങ്, അല്ലെ? അതെ, ഈ പറഞ്ഞ ഇന്റലിജൻസ് വിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വിങ് ഉണ്ട് നമുക്ക്. NIA പോലുള്ള, CBI പോലുള്ള, റോ പോലുള്ള ഈ പറഞ്ഞ എന്താണ് സുരക്ഷാ ഏജൻസികളുണ്ട്. ആ സുരക്ഷാ ഏജൻസികളിൽ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അവരിപ്പോൾ എവിടെ ഇരിക്കുന്നു പോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ജയിലിടിഞ്ഞാലും വെളി വരത്തില്ല, ചോദ്യം ചോദിക്കും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും, പിടി കിട്ടിയോ? അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യം കിട്ടൂല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുരക്ഷാ ഏജൻസികൾ, അങ്ങനെയുള്ള ഇന്റലിജൻസ് ഏജൻസികൾ, ആ പറഞ്ഞത് ആരൊക്കെ, അത് ഏതൊക്കെ എന്ന് ഈ പറഞ്ഞ ഷെഡ്യൂളിൽ എഴുതിയിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഈ പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ആസ റൈഫിൾസ് ഉണ്ട്, അതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട്, CISF ഉണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ടെറിട്ടോറിയൽ ആർമി ഉണ്ട്, കോസ്റ്റ് ഗാർഡ് ഉണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൈനിക, അർദ്ധ സൈനിക ഈ പറഞ്ഞ ഏജൻസികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ വേറെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഏതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ സുരക്ഷാ സേനകളെ കുറിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് ഇന്റലിജൻസ് ഏജൻസികളെ കുറിച്ച്, അതൊക്കെ ഈ പറഞ്ഞ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഏജൻസികൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ 8.1 പ്രകാരം നിങ്ങൾക്ക് ലഭിക്കാത്തത്, അല്ലെ? ആദ്യം പറഞ്ഞ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, അതാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് വിജിലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനകത്ത് വിജിലൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? വിജിലൻസ് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ചോയ്സിനകത്ത് തന്നിരിക്കും വിജിലൻസുമായി ബന്ധപ്പെട്ട കാര്യം വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് കിട്ടും. അതേസമയം NIAയുമായി ബന്ധപ്പെട്ട കാര്യം കിട്ടത്തില്ല, രാഷ്ട്രീയ റൈഫിൾസുമായി ബന്ധപ്പെട്ട കാര്യം കിട്ടത്തില്ല, ഇതുപോലുള്ള സുരക്ഷാ ഏജൻസികളുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്, ഇവരെന്തെങ്കിലും ഒരു അഴിമതി കാണിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. അല്ലാതെ അവരുടെ സാധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കിട്ടത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങളെ പിടിച്ച് അകത്തിടുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് എന്തോ ദുരുദ്ദേശം ഉണ്ട് അതറിയുന്നതിലൂടെ എന്നൊക്കെ തീരുമാനിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എന്ത് ചെയ്യാൻ, അതിനൊക്കെ വിവരം അപേക്ഷ കൊടുക്കാൻ, കേട്ടോ? എല്ലാത്തിനും കയറി ചാടി വീണ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പണിയും കിട്ടും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ 2 ഷെഡ്യൂൾ മനസ്സിലായല്ലോ. ഷെഡ്യൂൾ 1 വരുന്നത് എന്താണ്, ഓത്ത് ആൻഡ് അഫർമേഷൻ, ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ വാചകങ്ങളാണ്. 2 വന്നത് എന്താണ്, ഈ പറഞ്ഞ സുരക്ഷാ ഏജൻസികൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ, അവരേതൊക്കെയെന്ന് പട്ടികപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിനകത്ത് ഏതില്ല, വിജിലൻസ് ഇല്ല. അതിനകത്ത് ഏതില്ല, വിജിലൻസ് ഇല്ല എന്നുള്ളത് ഓർത്തോണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ, അതായത് ഈ പറഞ്ഞ വിവരാവകാശ നിയമം വന്നതിന് ശേഷം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വന്നു, അല്ലെ? നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള. അടുത്തൊരു ചോദ്യം, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ഏതെങ്കിലും വനിതകൾ ഇരുന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ഇരുന്നിട്ടുണ്ട്. ആദ്യത്തെ ആള് ദീപക് സന്ധു. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വനിത ആരാണ്? ദീപക് സന്ധു. വേറെ ആരെങ്കിലും ഇരുന്നിട്ടുണ്ടോ? വേറൊരു വനിത കൂടി ഇരുന്നിട്ടുണ്ട്, സുഷമ സിംഗ്. അപ്പോൾ ഒരു പ്രസ്താവന, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് സുഷമ സിംഗ് ഇരുന്നിട്ടുണ്ട്, ദീപക് സന്ധു ഇരുന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം ഇരുന്നത് സുഷമ സിംഗ് ആണ് എന്ന് പറയുന്നു. ആ പ്രസ്താവന തെറ്റ്. ആദ്യം ഇരുന്നത് ആരാണ്? ദീപക് സന്ധു ആണ്. രണ്ടാമതാണ് ആര്? സുഷമ സിംഗ്. ആ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. നിലവിൽ ആരാണ്? ഹീരാലാൽ സമാരിയ. നിലവിൽ ആരാണ്? ഹീരാലാൽ സമാരിയ. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹമാണ്, ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹമാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തില്ല, അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തോണം. അപ്പോൾ ഹീരാലാൽ സമാരിയ. ശരി. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. നിലവിൽ ആരാണെന്ന് ചോദിച്ചാൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരി വി നായരാണ്. ഇനി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഹരി വി നായരാണ്. അത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ ക്രോസ് ചെക്ക് ചെയ്തോണം. അപ്പോൾ ഹരി വി നായരാണ് ഇപ്പോൾ ഈ പറഞ്ഞ
സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അത് തീർച്ചയായിട്ടും തിരുവനന്തപുരമാണ്. അപ്പോൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഈ വീഡിയോ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.